വൈദികിയായ ശ്രുതി ഇരണങ്ങളുടെ ലോകങ്ങളെ മൂന്നായി തിരിച്ചു തന്നതിനെ സ്മൃതികാരൻ അഞ്ചായി പിരിച്ചു പറയുന്ന ലോകങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ച ഗുരുശിഷ്യ ബന്ധത്തിലടങ്ങിയ ഇഋഷി-ഇഋണം ഗുരുവിൻ്റെ കർത്തവ്യതയെ സൂചിപ്പിക്കുന്ന ശാധി എന്ന ശബ്ദത്തിൽ നിന്ന് വികസിച്ചു വരുമ്പോൾ ദേവഋണം, ഭൂതഋണം, മനുഷ്യ-ഇഋണം എന്ന നിലകളിൽ നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഉത്തരം ഇഋണ ഉത്കർഷമുണ്ടെന്ന് നമുക്ക് ബോധ്യമാണ്. പരോക്ഷ ഇഋണമാണ് ദേവഇഋണം. കാരണം ദേവത സ്വയം പരോക്ഷമാണ്. തുടർന്ന് പ്രാണിമാത്ര ഇഋണം, ഭൂതഇഋണം. ആ പ്രാണിമാത്ര ഇഋണം കഴിഞ്ഞ് അതിൻ്റെ വികസിച്ച രൂപമായ മനുഷ്യൻ, അതിൽ പിതാവ് അഭിഭാവകം, അതുകൊണ്ട് പിതൃഋണം. ആ മനുഷ്യ-ഇഋണത്തിൽ തന്നെ ഈ മനുഷ്യരോടെല്ലാം സഹവസിക്കാൻ, ബന്ധപ്പെടാൻ, അവയുമായെല്ലാം ചേരാൻ, ഈ ഭൗതികങ്ങളായ ആനന്ദങ്ങൾ അനുഭവിക്കുവാൻ, ഈ ഭൗതിക സുഖങ്ങൾക്കപ്പുറം ആത്മാനന്ദത്തിൽ ജിജ്ഞാസുവാകാൻ, അത് വികസിപ്പിച്ചെടുക്കാൻ ഒക്കെ കാരണമായ പിതാവ്, പിതാമഹൻ, മാതാവ് തുടങ്ങിയവർ, അവരാണ് നമുക്ക് മാനവ ശരീരം പ്രദാനം ചെയ്തത്. പശുവായിപ്പോയിരുന്നെങ്കിൽ ശാസ്ത്രം ശ്രവണം ചെയ്യുക ഇല്ലല്ലോ. ശാസ്ത്രം ശ്രവണം ചെയ്യുവാൻ പാകത്തിന് കാതുകളോടുകൂടി ശ്രവണം ചെയ്താലത് മനസ്സിലാക്കാവുന്ന മനസ്സോടുകൂടി, ബുദ്ധിയോടുകൂടി, അതുപോലെ തന്നെ അതിൻ്റെ വികാസപരിണാമങ്ങളോടുകൂടി അതിദുർലഭമായ മാനവ ശരീരം പ്രദാനം ചെയ്തത് ആരുടെ മഹത്വം കൊണ്ടാണ്? പിതാവിൻ്റെ മുമ്പ് എങ്ങുമില്ലാത്ത ഈ ഉയർച്ചയിലേക്ക് നമ്മെ എത്തിച്ച ആ പിതാവ്, പിതാമഹൻ, മാതാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരുടെ സേവ ചെയ്യുക. എന്തെന്ത് സേവ ചെയ്താലും നമുക്ക് ജീവിത യാഥാർത്ഥ്യങ്ങൾ അറിയാൻ കാരണമായ ഈ ശരീരത്തോട് ചേർച്ചയുള്ളിടത്തോളം കാലം അവരോടുള്ള കടപ്പാട് തീരില്ല. നാം അനുഭവിക്കുന്ന ഓരോ അനുഭവത്തിൻ്റെ പിന്നിലും അവരുടെ അനുഗ്രഹാശിസ്സുകൾ അടങ്ങിയ ചേതന ഭാവാത്മകമായി നിൽപ്പുണ്ട്. മാതൃമാൻ, പിതൃമാൻ, ആചാര്യവാൻ പുരുഷോ വേദഃ എന്നാണ് ശ്രുതി പറയുന്നത്. ശ്രുതിമാതാവ് ഭംഗ്യന്തരേണ പറയുന്നത് മാതാവ്, പിതാവ്, ആചാര്യൻ. ഏതൊരു കർമ്മവേളയിലും നമുക്ക് ഈ ശരീരം കർമ്മത്തോട് ബന്ധപ്പെടുവാനിടയാകുന്ന ഏതൊരവസരത്തിലും ആ കോശകോശാന്തരങ്ങളിൽ ഭാവമായി നിൽക്കുന്ന മാതൃസ്മരണയുണ്ടായില്ലെങ്കിൽ ഒട്ടേറെ രോഗങ്ങൾക്കും ഒട്ടേറെ ക്ലേശങ്ങൾക്കും ഒരുപക്ഷെ ആത്മഹത്യക്കു തന്നെയും അമ്മ നമ്മുടെ ഓരോ കോശങ്ങളിലും ഒളിഞ്ഞിരിപ്പുണ്ട്. പെറ്റമ്മയെക്കുറിച്ചാണ് പ്രത്യേകം പറയുന്നത്. മറ്റൊന്നും അവർ തന്നില്ലെങ്കിലും ഈ ശരീരമെടുക്കാൻ കാരണമായ
ബീജത്തെ അണ്ഡവുമായി സംയോജിപ്പിച്ച് തന്നിൽ സൂക്ഷിച്ച് അക്കാലമത്രയും തൻ്റെ ആഹാരവിഹാരങ്ങളെ നിയന്ത്രിച്ച് ത്യാഗോജ്വലമായി ചൂടാൻ മലരുപോലും ഘനമായി തോന്നുന്ന ദോഹത കാലത്തിൽ ദുർഭരഗർഭം ചുമന്ന് ഭൂജാതനാകുന്നതുവരെ വിഷമിക്കുകയും ഭൂജാതനായിക്കഴിഞ്ഞ് പരിചരിക്കുകയും ചെയ്ത മാതാവ്, ഒപ്പം നിന്ന പിതാവ്. ഏതൊരു പിതാവിൻ്റെ ബീജത്തിൽ നിന്നാണോ അണ്ഡവുമായി സംയോജിക്കുവാനുള്ള ആ ബീജം രൂപപ്പെട്ടത്, കലലവും ബുദ്ബുദവും കർക്കേന്ദുവുമാകുന്ന അവസ്ഥാന്തരങ്ങൾ കഴിഞ്ഞ് ഭൂജാതനായ ആ ബീജത്തിൻ്റെ അവാന്തര പരിണാമങ്ങളാണ് കോശാന്തരങ്ങളിലെ ബോധമായിരുന്ന് വികസിച്ചു വളർന്നു വന്നത് എന്ന് ഓരോ കോശത്തിനും ആ പിതൃസ്മരണയുടെ തപോഭൂവിലാണ് സാക്ഷാത്കാരമുണ്ടാകുന്നത്. അതറിഞ്ഞില്ലെങ്കിൽ നാം എങ്ങനെ സമൂഹത്തിൽ സാമൂഹിക തലങ്ങളെ മറക്കുന്നവരാകുന്നുവോ അതുപോലെ നമ്മുടെ കോശങ്ങൾ നാം മറന്നുപോയ പിതൃത്വത്തോടുള്ള ബന്ധം കൊണ്ട് നമ്മിൽ വിലങ്ങുതടികളാകുമ്പോൾ അവ ഒട്ടേറെ പുതിയ തരം കോശവിഭജനങ്ങൾക്ക്, സെൽ ഡിവൈഡിങ് പ്രോസസ്, സെൽ ഡിവൈഡിങ് കപ്പാസിറ്റി 60-70 കൊല്ലം ജീവിക്കുന്ന ഞാൻ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണെന്നും ഒരു പിതൃപിതാമഹ സംപ്രാപ്തമായ പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണെന്നും മറക്കുമ്പോൾ എൻ്റെ അംശമായൊരു കോശം എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെ മറന്ന നാളുകളിൽ എന്നോടുള്ള അവൻ്റെ ബന്ധം മറന്നുപോയാൽ താൻ മരിക്കുന്നതിനു മുമ്പ് വർഷങ്ങൾ, മാസങ്ങൾ, ദിനങ്ങൾ മാത്രം ജീവിച്ചിരിക്കുന്ന കോശങ്ങളുണ്ട് നമ്മിൽ. അവയോരോന്നും തങ്ങളുടെ കടമ പൂർത്തിയാക്കി വരുന്ന കോശങ്ങൾക്ക് തങ്ങളിലെ സംശുദ്ധമായ അറിവ് കൈമാറി നാളെ നമ്മുടെ ജീവിതത്തെ പരിപാവനമാക്കേണ്ടുന്ന അവസ്ഥയെ നൽകി പിരിഞ്ഞു പോകുമ്പോൾ പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുന്നവരല്ല കോശങ്ങൾ. ഇത്രകാലം നമ്മെ സേവിച്ചതിന് നാം അവയ്ക്കെന്തു കൊടുത്തു എന്നാലോചിച്ചാൽ അവ കൈമാറിയ കോശങ്ങളിലേക്ക് നാം നമ്മുടെ പാരമ്പര്യങ്ങളെയും നമ്മുടെ സാമൂഹ്യ സ്ഥിതിയെയും അംഗീകരിക്കാത്ത തലങ്ങളിൽ കടത്തിവിടുന്നൊരറിവിൻ്റെ അന്തരാളങ്ങളിൽ പുതുമയാർന്ന കോശവിഭജനത്തിൻ്റെ താളബദ്ധതയെ തകർത്ത് തരിപ്പണമാക്കുന്ന പദ്ധതികളിലേക്ക് മാറുമ്പോൾ മൃത്യുവിൻ്റെ താണ്ഡവം നടക്കാവുന്ന കർക്കിടക രോഗം പോലുള്ള, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കാവുന്ന കോശവിഭജനത്തിന് ഇവ ഇടയാക്കുമോ? ശാസ്ത്രമിനിയും ഇതനാവരണം ചെയ്യേണ്ടതാണ്. കോശങ്ങളെടുത്തതിൻ്റെ വിഭജനത്തിൻ്റെ കലകളെ പഠിച്ച് ക്യാൻസറോജനുകളെ ആനയിച്ചു കൊണ്ടുവന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് അഹങ്കരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അപ്പൂപ്പനും
അപ്പൂപ്പൻ്റെ അച്ഛനും സിഗരറ്റ് വലിച്ചിട്ടില്ല, പുകയില മുറുക്കിയിട്ടില്ല. ഞാൻ ഇന്നോളം പുകയില കണ്ടിട്ടില്ല. എൻ്റെ ലങ്സ് ക്യാൻസർ ബാധിച്ചു എന്ന് പറഞ്ഞു വരുന്നവനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ശാസ്ത്രജ്ഞന് പുകയിലയിൽ ക്യാൻസറിനെ ചേർത്തു വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് മറന്നുപോകരുത്. സർവാശ്ലേഷിയായ ഒരറിവിൻ്റെ ആന്തരിക ചമൽക്കാരം തിരിച്ചറിയുവാൻ ശാസ്ത്രത്തിൻ്റെ തല മാനവചേതനയുടെ അഗാധതലങ്ങളിൽ സമഗ്രമായി കുമ്പിടുമെങ്കിൽ കോശകോശാന്തരങ്ങൾ അറിവിൻ്റെ ആവിർഭൂത തലങ്ങളിൽ സൂക്ഷിച്ചെടുക്കുന്ന മൃത്യുവിൻ്റെയും ജീവൻ്റെയും രംഗ സജ്ജീകരണങ്ങൾ എന്നെ ജീവിപ്പിക്കുവാൻ, ഈ ലോകത്തിന് ഞാനൊരാവശ്യമാണെന്ന് എൻ്റെ കോശങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ, ഞാൻ ഈ ലോകത്തിന് ഒരു വിഷമാണ്, എന്നെ നശിപ്പിക്കണമെന്ന് ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ കോശകോശാന്തരങ്ങൾ നിശ്ചയിക്കുവാൻ മാറി മാറിയിടയാക്കുന്ന അവാന്തര പ്രകൃതിയുടെ അന്തരാളങ്ങളിലേക്ക് മാനവചേതനയെ കൂട്ടിക്കൊണ്ടുപോകുന്ന പിതൃവിരണത്തിൻ്റെ വികസിച്ച അറിവ് ഭൂതകാലങ്ങളിൽ അന്തസ്ഥിതങ്ങളായിരുന്നു എങ്കിൽ അവയെ നമുക്ക് വ്യാഖ്യാനിച്ചു തന്ന പരിണതപ്രജ്ഞരായ ആ ആചാര്യന്മാർക്ക് മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരമല്ലാതെ മറ്റെന്താണ് വഴി? സന്താനോൽപാദനം പിതൃവിരണ വിമോചനത്തിൻ്റെ ഒരംശമാണ്. സംസാരത്തിൽ പതിക്കുന്ന ജീവാത്മാവിന് മാനവ ശരീരം പ്രദാനം ചെയ്യുന്ന ഒരു പുണ്യകർമ്മമായി കാണേണ്ട കുടുംബജീവിതത്തെ മൃഗതൃഷ്ണയുടെ രംഗത്ത് തളച്ചു കെട്ടിയ ശാസ്ത്രജ്ഞൻ്റെ അതിബുദ്ധി ഇന്ന് ലോകത്തെ എത്ര വിഷലിപ്തമാക്കിയിരിക്കുന്നു, എന്തെന്തു മാരക രോഗങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നു. അവൻ്റെ കച്ചവടം ലാക്ടെക്സ് കമ്പനികളുടെ പരസ്യ പലകകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സ് തകർന്നു പോകുന്ന ഇരണലോകങ്ങൾ അവൻ കാണാതെ പോകുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. പിതൃഇരണത്തിൽ നിന്നും വികസിച്ചെത്തിയ ദേവഇരണം, ഭൂതഇരണം, മനുഷ്യഇരണം, പിതൃഇരണം, അതിൻ്റെ ഉത്തരോത്തര ഉത്കർഷത്തിലെ ഉത്കർഷം പ്രാപിച്ച ഋഷിഇരണം, സർവോപരി നമുക്ക് വിദ്യയെ പ്രദാനം ചെയ്തിട്ടുള്ള ആ ഋഷിമാരോട്, മുനിമാരോട് സ്വാനുഭൂതിയിൽ നിന്ന് അവർ തന്ന, ഞാനും നിങ്ങളുമൊക്കെ വാഗൊണ്ടു പറയുന്നത് പലപ്പോഴും കേട്ടും കണ്ടും പഠിച്ച, അവയൊന്നും സ്വാനുഭവത്തിലെത്തിയിട്ടല്ല, അതിനു മുമ്പ് കച്ചവടം ചെയ്ത് കാശു വാങ്ങുകയാണ്. എവിടെ നിന്നെങ്കിലും ഒരു ഉദാഹരണം കേട്ടാൽ പോലും അത് കൊടുത്ത് എങ്ങനെ പൈസയാക്കാം എന്ന് വിദ്യയെ ഏറ്റവും വലിയ കച്ചവടമാക്കിയ ആത്മവിദ്യയെ പോലും നൊടിയിട കൊണ്ട് കച്ചവടമാക്കി മാറ്റുന്ന മാനവ മാനേജ്മെൻറ്റുകൾക്ക് മുമ്പിൽ നാം ഇന്ന് നിൽക്കുമ്പോൾ അറിവിനെ സ്വാനുഭവത്തിൽ പചിച്ചെടുത്ത് അനുഭവപൂർവം ലോകത്തിന് കാഴ്ചവെച്ച വിദ്യയില്ലെങ്കിൽ നാം പശു സമാനരാണ്. പശു എന്ന പദം സർവാൻ അവിശേഷേണ പശ്യതി എന്ന അർത്ഥത്തിലാണ്. ജീവിതം ശുനപ്പുച്ഛമാണ് വിദ്യയില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. ശുനപ്പുച്ഛമിവ വ്യർത്ഥം ജീവിതം വിദ്യയാവിന ന ഗുഹ്യ ഗോപനേ ശക്തം നച ദംശ നിവാരണേ എന്ന. പട്ടിക്ക് വാലുണ്ട്, അതതിൻ്റെ ഗുഹ്യം മറയ്ക്കാൻ, പശുവിൻ്റെയും മറ്റും പോലെ ഗുഹ്യം മറയ്ക്കാൻ ഉതകാറില്ല. അതേപോലെ തന്നെ ദേഹത്ത് വന്നിരിക്കുന്ന പൃക്ക് മുതലായ ജീവികൾ കടിക്കുമ്പോൾ അതിനെ ആട്ടി ഓടിക്കാനും ആ വാല് സമർത്ഥമല്ല.
അതുപോലെയാണ് വിദ്യയില്ലാത്തവൻ്റെ ജീവിതമെന്ന് ഭാരതീയർ പണ്ടേ പറയാറുണ്ട്. അതുകൊണ്ട് സർവോപരിയുള്ള ഇരണം ഋഷി ഇരണമാണ്. എല്ലാ വൈജ്ഞാനിക ഉന്നതിയും വിദ്യ കൊണ്ടാണ്. അതുകൊണ്ട് അവയോടെല്ലാം ഉള്ള കടപ്പാട്, ചുരുക്കത്തിൽ അറിവിലെല്ലാം ഇരിക്കുന്നു എങ്കിൽ സർവോപരി ഋണം ഋഷി ഋണം തന്നെ. മനുഷ്യജീവൻ്റെ പരമലക്ഷ്യം അനന്ത അഖണ്ഡ ആനന്ദൈകരസമായ പരബ്രഹ്മ പരമാത്മസ്വരൂപം പ്രാപിക്കുക എന്നതാണ്. അത് നേടിയില്ലെങ്കിൽ സകലതും നഷ്ടം. ഉത്കൃഷ്ട തലമായ അതിലേക്കെത്താൻ ഉൽപാദക ബ്രഹ്മദാത്രോർ ഗരീയൻ ബ്രഹ്മദപിത എന്ന് ഇവിടെ പറയും. ഇവിടെ ബ്രഹ്മം എന്നത് ഈ പ്രകരണത്തിൽ വേദമെന്നർത്ഥം. വേദം പഠിപ്പിക്കുന്നവൻ ഉൽപാദക പിതാവിനേക്കാൾ ശ്രേഷ്ഠൻ. അങ്ങനെയെങ്കിൽ പരബ്രഹ്മതത്വം പറഞ്ഞു തരുന്നവൻ്റെ കാര്യം പറയണമോ? ആ ഋഷീരണത്തിൽ നിന്ന് മുകളിലേക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുവാനുള്ള ഉപായം പ്രാപ്തവിദ്യയുടെ സതുപയോഗമാണ്. അതുപോലെ ഗുരുസേവ പ്രാപ്തവിദ്യ എന്നത് പാത്രത്തിന് ദാനം ചെയ്യുക, താൻ ഉത്തമ പാത്രത്തിന് കൊടുക്കുക. പാത്രം അറിഞ്ഞു വേണം വിദ്യയെ ദാനം ചെയ്യാൻ. ആ നിലയിൽ ശിഷ്യസ്നേഹം, യോഗ്യനായ ശിഷ്യനെ ഉപദേശിക്കുക. ശാധി എന്ന പദത്തിന് ഇതും അർത്ഥമാണ്. ത്വാം പ്രപന്നം പ്രണിപാതേന പരിപ്രശ്നേന സേവയ എന്ന് ഗീത പിന്നീട് പറയും. പണ്ട് 12 വർഷമായിരുന്നു വിധി. അത് കുറഞ്ഞു കുറഞ്ഞ് 1 വർഷമെങ്കിലും 12 വർഷം 101 വർഷമാണ് ഇന്ദ്രനും മറ്റും പഠിച്ചത്. അർജുനനെ സംബന്ധിച്ച് ഇത് ആപൽക്കാലീന ധർമ്മമാണ്. 12 വർഷം മാറി 4 വർഷമായി, പിന്നെ അത് കുറഞ്ഞു 1 വർഷമായി. ഇവിടെ യുദ്ധക്കളത്തിൽ അർജുനൻ ഇപ്പം തരാനാണ് പറയുന്നത്. അത് ആപദ്ധർമ്മമാണ്. അതുകൊണ്ട് ത്വാം പ്രപന്നം ശരണാഗതി അടയുമ്പോൾ മറ്റെല്ലാ വഴികളും അടഞ്ഞു എന്ന് വരുന്ന ആ സമയത്ത് ശരണാഗതിയിൽ വച്ച് പ്രാപ്തമായ ധർമ്മത്തെ പെട്ടെന്ന് നൽകാം. അത് ആപത്കാലീന ധർമ്മമാണ്. അർജുനൻ ഇന്ന് ആപത്തിലാണ്, യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ അർജുനൻ ഇതുവരെ പഠിച്ച എല്ലാ വിദ്യയും, ജൃംഭകാസ്ത്രം ഉപയോഗിക്കാൻ, ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ ഒക്കെ അർജുനൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ആ വിദ്യകളെല്ലാം പഠിച്ച അർജുനൻ ഇന്ന് ആ വിദ്യകളൊക്കെ വിലക്ഷണമായി. മുൻപിൽ പിതാവ്, പിതാമഹൻ എന്ന നിലകളിലുള്ള താനും മറ്റുള്ളവരും നിറഞ്ഞു നിൽക്കുന്ന പാരസ്പര്യത്തിൻ്റെ ലോകത്ത് ശാന്തി പ്രദാനം ചെയ്യുന്ന ഒരറിവും മുൻപിലില്ലാതെ നിൽക്കുകയാണ്. ഇത് അർജുനൻ്റെ മാത്രം കാര്യമല്ലെന്ന് അർജുനൻ അറിയാം. ജിജ്ഞാസുവായി യുദ്ധക്കളത്തിൽ അർജുനൻ ചിന്തിച്ചു എങ്കിൽ ചിന്തിക്കാത്ത മുഴുവൻ പേരുടെയും കഥ ഇതാണ്. ഒരുപക്ഷേ അവർ യുദ്ധം കഴിഞ്ഞായിരിക്കും ഇതെല്ലാം ചിന്തിക്കുക. അർജുനൻ യുദ്ധത്തിന് മുമ്പ് യുദ്ധക്കളത്തിലെത്തി യുദ്ധക്കളം നടുക്ക് നിന്ന് വീക്ഷിച്ചപ്പോൾ അർജുനൻ്റെ ചിന്ത പിതൃൻ, പിതാമഹാൻ, ആചാര്യൻ, മാതുലാൻ എന്ന സമഗ്ര തലത്തിലേക്ക് വികസിച്ചു. അജ്ഞാനം കൊണ്ട്, കാമം കൊണ്ട്, ക്രോധം കൊണ്ട് അന്ധകാരം നിറഞ്ഞവർ സ്വയം മരിക്കാൻ തയ്യാറാവും. കാരണം ഖണ്ഡഗോളകങ്ങളിലേക്ക് ഈ അറിവ് കടന്നു ചെല്ലും. തൻ്റെ അന്തരംഗം ദൂഷിതമാകുമ്പോൾ, കാമം പ്രതിഹതമായി ക്രോധമാകുമ്പോൾ, വിഷയസേവയിൽ നിന്ന്, സംഘത്തിൽ നിന്ന് കാമവും, കാമത്തിൽ നിന്ന് ക്രോധവും ഉളവാകുമ്പോൾ മാനവ ശരീരത്തിലാകെയുണ്ടാകുന്ന വികാരപരത, വാതവും പിത്തവും കഫവുമാകുന്ന ദോഷങ്ങളെ ദുഷിപ്പിക്കുന്ന അവസ്ഥ, അവ വികാരങ്ങളായി പൊട്ടിപ്പുറപ്പെടുമ്പോൾ, വികൃതിയുണ്ടാകുമ്പോൾ
ആ വികൃതി മരണത്തിലേക്ക്, രോഗത്തിലേക്ക്, കോശവിനാശങ്ങളിലേക്ക് മാനവനെ കൂട്ടിക്കൊണ്ടുപോകാതിരിക്കില്ല. ഇത്തരമൊരവസ്ഥിതി ആ യുദ്ധക്കളത്തിലെ മുഴുവൻ യോദ്ധാക്കളുടെ കാര്യത്തിലും സംജാതമായിട്ടുണ്ട്. ഒരുപക്ഷേ ഋണങ്ങളെ മറന്നുപോവുകയും ഒരിണത്തിന് മറ്റൊരിണത്തെ ബലി കഴിക്കുകയും മഹാഭാരത ചരിത്രം അതായിരുന്നു. പിതൃവിരണത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത ഭീഷ്മൻ പിതൃവിരണം നിർവഹിച്ചതിലൂടെ ലോകശ്രദ്ധയെ നേടുമ്പോൾ ഭൂതൈരണവും മനുഷ്യരണവും ദേവൈരണവും ബലി കഴിച്ചത് നാം മറന്നുപോകുന്നുണ്ട്. ആ യുദ്ധക്കളത്തിൽ ആചാര്യന്മാർക്കു നേരെ ആയുധവുമെടുത്ത് പിതൃബന്ധം കൊണ്ടുവന്നു നിൽക്കുന്നവർ ഋഷീരണത്തെ വിസ്മരിച്ചിട്ടുണ്ട്. ആ യുദ്ധക്കളത്തിൽ വന്നു നിൽക്കുന്ന ഗുരുക്കന്മാർ, ആ യുദ്ധക്കളത്തിൽ വന്നു നിൽക്കുന്ന പിതാക്കന്മാർ, പിതാമഹന്മാർ, ആചാര്യന്മാർ, മാതുലന്മാർ, അവരെല്ലാം സമഗ്രമായ ചിന്തയിൽ ദേവൈരണവും ഭൂതൈരണവും പൂർണ്ണമായി വിസ്മരിച്ചവരാണ്. ഈ യുദ്ധത്തിനെടുക്കുന്ന ആയുധത്തിനുള്ളിൽ പോലും 1000 ജീവജാലങ്ങളുടെ അന്തരംഗമുണ്ടെന്ന് ഒരു നിമിഷം തോന്നിയിരുന്നുവെങ്കിൽ ആ ആയുധങ്ങൾ വിനാശത്തിനു പകരം നന്മയെ പ്രദാനം ചെയ്യുമായിരുന്നു. താനെടുത്ത ആയുധം തൻ്റെ അച്ഛനു വേണ്ടി, തൻ്റെ മകനു വേണ്ടി, തൻ്റെ കുടുംബത്തിനു വേണ്ടി, തൻ്റെ വാക്ക് തൻ്റെ മകനു വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒക്കെ പ്രയോഗിക്കുമ്പോൾ ആ പ്രയോഗങ്ങളിൽ ഒരുവൻ എത്ര ഇരണങ്ങളെ ബലി കഴിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരുവൻ താൻ നിലകൊള്ളുന്ന സംഘത്തിന് വേണ്ടി, തൻ്റെ നേതാവിന്, തൻ്റെ അനുയായികൾക്ക്, തന്നോടൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി നാവിനെ വളയ്ക്കുമ്പോൾ ഏതെല്ലാം ഋണങ്ങൾ കളയുന്നു എന്ന് ആലോചിക്കേണ്ടതാണ്. ഇരണബദ്ധതയുടെ ലോകത്ത് ഇരണങ്ങളെ ബലി കഴിച്ച് ഋണങ്ങളെ രക്ഷിക്കുവാൻ പോകുന്ന മാനവചേതന സമഗ്രമായ ഋണബദ്ധതയുടെ ലോകങ്ങളെ നോക്കിക്കണ്ടിരുന്നു എങ്കിൽ ഈ ലോകം ശാശ്വതമായ ശാന്തിയുടെ കേദാരമായി മാറുമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ശാധിമാമെന്ന പദത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ ആവാഹിച്ചെത്തിച്ച വ്യാസപ്രതിഭയ്ക്ക് മുമ്പിൽ ഭക്ത്യാദരപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.